അബൂ സുഫിയാന്റെ മകളാണ്. അബൂ സുഫിയാൻ ആവട്ടെ മക്കയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരനാണ്. അയാളെപ്പോലെ യോഗ്യൻ വേറെ ആരും മക്കയിൽ ഉണ്ടായിരുന്നില്ല. ആ അബൂ സുഫിയാന്റെ മകളായ ഉമ്മു ഹബീബ റസൂലുള്ളാഹിയുടെ ഭാര്യയായി വലിയ സ്ഥാനക്കയറ്റം കിട്ടി. ഒരു ദിവസം ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹിയുടെ കൂടെ താമസിക്കുവാൻ, ആ നബിയുടെ റൂമിൽ കയറി ആ നബിയുടെ ഭാര്യയായി സുഖം പങ്കുവെക്കുവാൻ എനിക്ക് സന്ദർഭം ലഭിച്ചു. ഞാൻ മദീനയിൽ വന്നു. ഹബീബായ റസൂലുള്ളാഹിയുടെ റൂമിൽ ഞാൻ താമസിക്കുകയാണ്. ഞാൻ അവിടെ താമസിച്ചു. പിറ്റേന്നു കാലത്ത് എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ കാണാൻ വരികയാണ്. പിതാവിന്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചിന്തിച്ചുപോയി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാകുന്ന എന്നെ കാണാൻ വരുന്നത് ആരാണ്? ആ നബിയുടെ കഠിന വിരോധിയായ അബൂ സുഫിയാൻ. എന്റെ പിതാവാണെങ്കിലും ആ പിതാവ് ഈ റൂമിൽ കയറുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമാകുമോ? ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെയും റൂമിൽ കയറ്റാൻ പാടില്ല. ഭർത്താവിന് ഇഷ്ടപ്പെട്ടാൽ തന്നെയും പാടില്ലാത്തവർ നമ്മുടെ റൂമിൽ കയറാൻ പാടില്ല. ഭർത്താവും നീയും കൂടി സുഖമെടുക്കുന്ന റൂമിലേക്ക് ഒരന്യ പുരുഷൻ കയറാൻ പാടില്ല. ഏത് അതിഥിയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും അവർക്ക് ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യം കോലായിന്റെ അടുത്തുള്ള ഓഫീസിലോ മറ്റോ സെറ്റ് ചെയ്യുക എന്നല്ലാതെ ഭാര്യയും ഭർത്താവും സുഖിക്കുന്ന റൂമിലേക്ക്, ആ ബെഡിലേക്ക് അന്യ ആളുകളെ കയറ്റുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിന്റെ നേതാവായ ആ വലിയ നേതാവ് ഇരിക്കുന്ന റൂമിലേക്ക് അബൂ സുഫിയാൻ കയറി വന്നപ്പോൾ ഉമ്മു ഹബീബ ചിന്തിക്കുകയാണ്, പടച്ചവനെ, ഞാൻ എങ്ങനെ അദ്ദേഹത്തെ ഇവിടെ കയറ്റും? കാരണം എന്റെ നേതാവിന്റെ ശത്രുവാണല്ലോ ഇദ്ദേഹം. ഉടനെ തന്നെ ഉമ്മു ഹബീബ സ്വന്തം പിതാവിനോട് പറയുന്നു, അല്ല പിതാവേ, ഒരു കാര്യം, ഇങ്ങോട്ട് കയറാൻ പാടില്ല. നിങ്ങൾ കയറണമെങ്കിൽ ഞാൻ എന്റെ നേതാവിനോട്, ഭർത്താവിനോട് സമ്മതം ചോദിച്ചു വന്നതിന് ശേഷമല്ലാതെ നിങ്ങൾ കയറരുത്. ഉമ്മു ഹബീബ അതാ നബിയുടെ ഹദറത്തിലേക്ക് പോകുന്നു. മുസ്ലിമിന്റെ ജീവിതം, ആ ജീവിതത്തിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ ആയിരിക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി അതിന് മറുപടി പറയുന്നു, പിതാവ് മുസ്ലിമായാലും അമുസ്ലിമായാലും മകൾക്ക് ആ പിതാവിനെ സ്നേഹിക്കാം, ബഹുമാനിക്കാം. മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസം കാണിച്ചുകൊണ്ട് സ്വന്തം പിതാവിനെ തള്ളിപ്പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ കാര്യം നമ്മോട് പറയുന്നു, സാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഈ വചനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം വർഗീയതയുടെ ആരോപണം ഇസ്ലാമിക സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ പറ്റി വലിയ ആരോപണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെ പേരിലുള്ള വെറുപ്പ് കൂടുതലുള്ള ഒരു വിഭാഗമാണെന്നും മതം നമ്മുടെ മതമല്ലാത്ത മതക്കാരെ കൊല്ലാനും തല്ലാനും ഒരു മടിയില്ലാത്തവരാണ് മുസ്ലിമീങ്ങളെന്നും പരക്കെ ആരോപണം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഖുർആന്റെ ഈ ആശയം പ്രബോധനം ചെയ്യുവാൻ ഇസ്ലാമിക പ്രവർത്തകർ മുന്നോട്ട് വരണം. ഖുർആൻ പറയുന്നു, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. നിന്റെ ഉമ്മയോ നിന്റെ ബാപ്പയോ ഇസ്ലാമല്ലാത്തൊരു മതത്തിലാണെങ്കിൽ പോലും അവരെ നീ അവഗണിക്കരുത്. അവരോട് മാന്യമായ പെരുമാറ്റമേ പാടുള്ളൂ. അവരെ നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നീ അടിച്ചോടിക്കരുത്. അവരേത് മതമാണെന്ന് നീ നോക്കരുത്. അവര് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ കയറ്റാവുന്നതാണ്. ഉമ്മു ഹബീബ് അത് കേട്ട് സന്തോഷത്തോടുകൂടി വന്നു. ഉമ്മു ഹബീബ് തന്റെ ബാപ്പയായ അബൂ സുഫിയാനോട് പറയുകയാണ്. അബൂ സുഫിയാനാകുന്ന ബാപ്പയെ വിളിച്ചു പറയുന്നു, കയറിക്കൊള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആ വാക്യത്തിലൂടെ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്താണ്. ബിസ്മിയുടെ മൂന്നാമത്തെ സന്ദേശം അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹുവിനേക്കാൾ എന്റെ ഹൃദയത്തിൽ വലിപ്പമുള്ള മറ്റൊന്നുമില്ല എന്ന ആ ചിന്തയാണ് ബിസ്മിയുടെ മൂന്നാമത്തെ സന്ദേശം. നാലാമതായി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആ പ്രാർത്ഥന, ആ വാചകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരാശയം, നൈരാശ്യം ബാധിച്ചു കഴിയുന്ന, നിരാശപ്പെട്ട് കഴിയുന്ന മനുഷ്യനെ ആശയിലേക്ക്, പ്രതീക്ഷയിലേക്ക് ബിസ്മി കൊണ്ടുവരികയാണ്. ഏതെങ്കിലും ഒരാൾ നിരാശപ്പെട്ടു പോയാൽ, സാമ്പത്തികമായ തകർച്ചയുടെ പേരിലുള്ള നിരാശ, അല്ലെങ്കിൽ കടം കൊണ്ട് വലിഞ്ഞപ്പോൾ ഉണ്ടായ നൈരാശ്യം, മക്കളില്ലാത്തതിന്റെ പേരിലുള്ള നൈരാശ്യം, വലിയ ഒരു
നഷ്ടം സംഭവിച്ചതിന്റെ പേരിലുള്ള നൈരാശ്യം, ഈ നൈരാശ്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് സമുദായത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കേരളീയ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ആത്മഹത്യ ഏറ്റവും കുറവുള്ള വിഭാഗം ഏതാണെന്ന് അന്വേഷിച്ചാൽ ഇസ്ലാമിക സമൂഹമാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ആത്മഹത്യകൾ വളരെ കുറവാണ്. അത് കുറയാനുള്ള കാരണം ബിസ്മി നൽകുന്ന സന്ദേശമാണ്. ബിസ്മി ഉച്ചരിക്കുന്ന മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അവനൊരിക്കലും തന്നെ തൂങ്ങി മരിക്കാൻ കഴിയില്ല. അവനൊരിക്കലും വണ്ടിക്ക് തലവെക്കാൻ കഴിയില്ല. കാരണം ബിസ്മിയിലൂടെ പഠിപ്പിക്കുന്ന അധ്യാപനം എന്താണ്? അർ-റഹ്മാൻ, ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീം. കരുണ ചൊരിയുന്ന അല്ലാഹു, കാരുണ്യം ചൊരിയുന്ന അല്ലാഹു. നീ എത്ര പാപം ചെയ്തവനായാലും ആ പാപം ചെയ്തതിന്റെ പേരിൽ നീ നിരാശപ്പെടരുത്. ഓർക്കണം, ദഹിയത്തുൽ കൽബിയുടെ ചരിത്രം അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദഹിയത്തുൽ കൽബി ആരാണ്? ഒരു ഭരണാധികാരിയായി ജീവിച്ച വ്യക്തിയാണ് ദഹിയത്തുൽ കൽബി. അദ്ദേഹം രാജാവായിരുന്നു, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരുന്നു. ആ ദഹിയത്തുൽ കൽബിയെ പറ്റി മുഹമ്മദ് നബിയുടെ ചെവിയിൽ ആരോ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നബി ആലോചിച്ചു, പടച്ചവനെ, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായ വ്യക്തിയെ ഇസ്ലാമിന് ലഭിച്ചാൽ, അള്ളാഹുവിന്റെ മതത്തിന് ലഭിച്ചാൽ, അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചാൽ അദ്ദേഹത്തെയും അനുയായികളെയും ഇസ്ലാമിന് കിട്ടുമല്ലോ. അതുകൊണ്ട് ആ ദിഹിയത്തിനൊരു കത്ത് എഴുതട്ടെ എന്ന് നബി ആലോചിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി ദിഹിയത്തുൽ കൽബിക്ക് കത്ത് എഴുതുകയാണ്. ദിഹിയ, ഇസ്ലാമാകുന്ന മതത്തിലേക്ക് വരാം. ഇസ്ലാം ലോകത്തെല്ലാവർക്കുമുള്ള മതമാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമായി അള്ളാഹു അവതരിപ്പിച്ച മതമല്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഓരോ ദിവസവും ഇസ്ലാമിലേക്ക് വരുന്നവരുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികയാണ്. അള്ളാഹു ആ പരിശുദ്ധ മതത്തിന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ദഹിയത്തുൽ കൽബി ആ സമയത്ത് അതിന് മറുപടി പറയുന്നത് എന്താണ്? ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് മടിയുണ്ട്, ഞാൻ വരില്ല. കാരണം എന്റെ ഈ വലത്തെ കൈകൊണ്ട് എന്റെ ധാരാളം കുട്ടികളെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ വളരെ ദയനീയമാണ്. ആ കുട്ടിയെ ഏതാ ആഭരണങ്ങൾ അണിയിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കുഴിച്ച കുഴിയിലേക്ക് ആ ചോരക്കുഞ്ഞിനെ കൊണ്ടുപോയി തള്ളുകയും ചെയ്യുന്നു. നല്ല ആഭരണങ്ങൾ ആ കുഞ്ഞിനെ അണിയിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ആ കുഞ്ഞിനെ കുഴിയിലേക്ക് തള്ളിയിട്ട് കുറെ കല്ലും വാരി ഇടുമ്പോൾ ആ ചെറിയ കുഞ്ഞു കുഴിയുടെ ആഴത്തിൽ നിന്ന് ചോദിക്കുകയാണ്, എന്റെ പൊന്നുപ്പ, ഞാനെന്ത് പാപമാണ് ചെയ്തത്? ഞാനെന്ത് തെറ്റാണ് ചെയ്തത്? അല്ലാഹു പറയുന്നു, വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഒരു കുട്ടിയെ ഒരു മാതാവോ പിതാവോ കൊലപ്പെടുത്തിയാൽ, ഒരു കുഞ്ഞിന്റെ ഭ്രൂണം ഒരാൾ നശിപ്പിച്ചാൽ, ശരീരത്തിലെ അവയവങ്ങൾ പൂർത്തിയായതിനു ശേഷം 4 മാസം പ്രായമെത്തിയ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് അലസിപ്പിച്ചാൽ, ആ ഗർഭം അലസിപ്പിച്ച് ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന പക്ഷം അത് വൻദോഷമാണ്. ആ വൻദോഷം ചെയ്യുന്ന മനുഷ്യനെ നാളെ മഹ്ശറിൽ അല്ലാഹു വിചാരണ ചെയ്യും. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ധാരാളം കുട്ടികളെ ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊലപ്പെടുത്തിയ കൈകളുമായി ഹബീബായ റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈ വെക്കാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് നബിയെ, ഞാൻ അങ്ങോട്ട് വരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിഹിയത്തുൽ കൽബിക്ക് വിവരം കൊടുക്കുന്നു, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ ഇന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരു മനുഷ്യൻ ഇസ്ലാമിൽ വന്നാൽ ആ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പുള്ള പാപങ്ങൾ അവൻ അല്ലാഹു പൊറുക്കും. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജിന് മുമ്പുള്ള പാപങ്ങൾ അവന് പൊറുക്കും. അത് കേട്ടപ്പോൾ ആവേശമായി അങ്ങനെ ദിഹിയ ഇസ്ലാം മതത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു കാലഘട്ടത്തിൽ കഠിന വിരോധിയാണ് ഇസ്ലാം. പൂർവ്വവിരോധങ്ങൾ ഒരിക്കലും എടുത്തുദ്ധരിക്കുന്ന മതമല്ല, കഴിഞ്ഞത് മാപ്പ് ചെയ്യുന്ന മതമാണ്.
ഉമ്മമാരെ ഒരുപാട് തെറ്റൊരു പക്ഷേ ചെയ്തു പോയിട്ടുണ്ടാകാം. അതാ പർദ്ദണിയാതെ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ കണ്ട സ്ഥലത്തെല്ലാം തെണ്ടി നടന്ന സ്ത്രീകൾ ഒരു പക്ഷേ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടാകാം. ഭർത്താവിനെ അനുസരിക്കാതെ ആ ഭർത്താവ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം. അടുത്ത സ്ഥലത്തുള്ള ഉത്സവത്തിന് വേണ്ടി ആ ഉത്സവം കാണാൻ വേണ്ടി ആ വീട് വിട്ട് ഇറങ്ങിപ്പോയ സ്ത്രീകളുണ്ടാകാം. എത്ര ഹറാമ് ആരൊക്കെ എപ്പോ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അതെല്ലാം പൊറുക്കുന്ന റബ്ബിനെ പറ്റിയുള്ള സന്ദേശമാണ്. ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. ദിഹിയത്ത് ഇസ്ലാമിൽ വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിഹിയത്തുൽ കൽബിക്ക് കലിമ ചൊല്ലിക്കൊടുത്തു. മാത്രവുമല്ല ആ ദിഹിയയുടെ ശരീരത്തിലേക്ക് പ്രവാചകൻ നോക്കിയപ്പോൾ കാന അജ്മലന്നാസി വഅഹ്സനഹും, ജനങ്ങളിൽ നല്ല ഭംഗിയുള്ള ആളായിരുന്നു. കാണാൻ നല്ല ഭംഗി, വളരെയധികം നല്ല ഭംഗിയുള്ള മനുഷ്യനാണ്. ശരീരം നല്ല ആരോഗ്യമുള്ള ആളാണ്. മതപ്രബോധന പ്രവർത്തനത്തിന് എങ്ങോട്ടും പറഞ്ഞേക്കാൻ പറ്റിയ ആളാണ്. എങ്ങോട്ട് പോയാലും ഒരു മുഖമുള്ള ആളാണ്. ഒരു നല്ല കാര്യം ഒരു സ്ഥലത്ത് പറയാൻ അദ്ദേഹം പുറപ്പെട്ടാൽ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് നിങ്ങളുടെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, ആ ജിബ്രീലിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? എങ്ങനെയാണ് ജിബ്രീലിന്റെ രൂപം? അവിടുന്ന് പറയുന്നു, ജിബ്രീലിനെ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ജിബ്രീലിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ജിബ്രീൽ അലൈഹിസ്സലാം പല സമയങ്ങളിലും വരാറുള്ളത് ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി അവര് പറഞ്ഞു, അതെ, നമ്മുടെ സദസ്സിലുണ്ടാകുന്ന ദിഹിയ ആ ദിഹിയയെ പോലെ. റസൂലുള്ള പറയുന്നു, ദിഹിയത്തുൽ കൽബിയെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ രൂപത്തിലാണ് വരാറുള്ളത്. ഒരു മനുഷ്യൻ നേരത്തെയുള്ള പാളിച്ചകളൊക്കെ തിരുത്തി, നേരത്തെയുള്ള തമ്മാടിത്തങ്ങളൊക്കെ അവസാനിപ്പിച്ച്, പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം മാറ്റി, ഔലിയാക്കളെ തള്ളിപ്പറയുന്ന സ്വഭാവം ഉപേക്ഷിച്ച്, നല്ലവരോട് അടുത്ത് നല്ലവരുടെ സദസ്സിലിരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച്, മുതഅല്ലിമീങ്ങളുമായി, ഉലമാഉമായി, സുലഹാവുമായി, ഔലിയാക്കളുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മെല്ലെ 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 നന്മയുടെ പാതയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയാൽ അള്ളാഹു അവന് നൽകുന്ന കാരുണ്യത്തിന്റെ ചെറിയ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് ആ മനുഷ്യന്റെ രൂപത്തിലായിരുന്നു, ചരിത്രത്തിൽ കാണാം. എന്നിട്ട് അവസാനം കൈസർ ചക്രവർത്തിക്ക് കത്തെഴുതിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നബി സ്വഹാബാക്കളോട് പറയുന്നു, ആ രാജാവിന് കത്ത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ദിഹിയത്തുൽ കൽബി പറയുന്നു, നബിയെ, ആ കത്തുമായി ഞാൻ പോകാം. സുബ്ഹാനല്ലാഹ്, എളുപ്പമുള്ള പണിയല്ല. റസൂലുള്ളാഹിന്റെ കത്തും കയ്യിൽ പിടിച്ച് എങ്ങോട്ടും പോകാൻ ആവേശമാണ്. പക്ഷേ പോകുന്ന സ്ഥലം സുരക്ഷിതത്വമുള്ള സ്ഥലമല്ല. പട്ടാളക്കാർ നിറച്ചും കാവൽ നിൽക്കുന്ന കൈസർ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ആ കോട്ടയ്ക്ക് ചുറ്റും പോലീസുകാരാണ്, പട്ടാളമാണ്. ആ പട്ടാളം കാവൽ നിൽക്കുന്ന കോട്ടയുടെ മുറ്റത്തേക്ക് ദിഹിയത്തുൽ കൽബി പുറപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കണം, ദഹിയക്ക് ആ ധൈര്യം മുഴുവനും ലഭിച്ചത് എന്തുകൊണ്ടാണ്? മറ്റൊന്നുകൊണ്ടും അല്ല. നേരത്തെ പാപം ചെയ്ത മനുഷ്യൻ ആ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ കരുണാവാരിയായ അള്ളാഹു ആ മനുഷ്യന് അതാ വലിയ സ്നേഹങ്ങൾ നൽകുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവനെ, ഞാനൊരു സാധുവാണ്, ഞാനൊരു പാപിയാണ്. എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല എന്ന സമ്മതത്തോടുകൂടിയാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിസ്കാരത്തിൽ അത് പറഞ്ഞുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങി യേശുവിന്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ, അവർ ആ കുർബാനക്ക് പോകുന്നുണ്ടല്ലോ. ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവ സഹോദരന്മാർ സ്വാമി ശരണമെന്ന് വിളിച്ചു പോകുന്നുണ്ടല്ലോ. ഇസ്ലാമിക സമൂഹത്തിന്റെ മുദ്രാവാക്യം ഗോഡ് ഈസ് ഗ്രേസ്. ദൈവം സ്നേഹമാണ്, അള്ളാഹു സ്നേഹമാണ്. അള്ളാഹുവിന്റെ ആ സ്നേഹം, ആ സ്നേഹത്തെ സമ്മതിച്ചുകൊണ്ട് വിശ്വാസി ആ റബ്ബിന് മുൻപിൽ അവൻ പറയാൻ, നീ റഹ്മാനാണ് അല്ലാഹുവേ, കാരുണ്യം ചൊരിയുന്നവനാണ്.
ഇതെന്റെ കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങൾ ധാരാളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ കാരുണ്യത്തിന്റെ ചെറിയൊരംശം ഈ സാധുവായ എനിക്ക് നീ തന്നാൽ ഞാൻ വലിയ സൗഭാഗ്യമുള്ളവനായി മാറും. ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിയുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരയായി അറിയപ്പെട്ട സഹോദരിയാണ് ഹിന്ദ്. അവരുടെ അത്ര ക്രൂരത ഉള്ള വേറെ ഒരു പെണ്ണ് നബിയുടെ കാലത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധക്കളത്തിൽ ഷഹീദായി വീണപ്പോൾ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിൽ അതാ കയറി നിൽക്കുന്നു. കയറിയിട്ട് ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞതാ അടിച്ചു പൊളിക്കുന്നു. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതാരാണ്? ഒരു സ്ത്രീയാണ്, ഹിന്ദാണ് മുഴുവനും ചെയ്യിപ്പിക്കുന്നത്. ആ വഹ്ശി എന്ന യുവാവ് വലിയ ബിക്കാസുമായി ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിൽ കയറിയിട്ട് അതാ കൊത്തി പൊളിക്കുന്നു, കരള് പറിച്ച് പുറത്തെടുക്കുന്നു. ആ കരള് ഹിന്ദെന്ന പെണ്ണ് വായിൽ വെച്ച് തുപ്പുന്നു, ചവയ്ക്കുന്നു, തുപ്പുന്നു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള മാംസക്കഷണങ്ങൾ മുഴുവനും മാലയായി കോർത്ത് ശരീരത്തിൽ അതാ അണിയുന്നു. ശരീരത്തിലുള്ള ആഭരണം മുഴുവനും അഴിച്ചുമാറ്റി വഹ്ശിക്ക് നൽകുന്നു. വഹ്ശി പറയുകയാണ്, എനിക്ക് തീരെ ഇഷ്ടമില്ല ഹംസയുടെ ശരീരം വെട്ടിപ്പൊളിക്കാൻ, പക്ഷേ അടിമത്വത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാമെന്ന് എന്റെ യജമാനത്തി പറഞ്ഞപ്പോൾ ഞാനെല്ലാം മറന്ന് ആ വലിയ ആയുധവുമായി, ഇരുമ്പിന്റെ വലിയ കോടാലിയുമായി ആ പച്ചയായ മനുഷ്യന്റെ ശരീരത്തിൽ കയറി മുഴുവൻ കുത്തിപ്പൊളിച്ചു. ആ ക്രൂരത കാണിച്ച ആ സഹോദരി ഉഹുദ് രണാങ്കണത്തിൽ, ഉഹുദിന്റെ ആ വലിയ മലവാരത്ത് വെച്ച് മദീന പള്ളിയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെ ആ ഉഹുദ് താഴ്വരയിൽ വെച്ച് നിഷ്ഠൂരമായ ആ കൃത്യം നിർവഹിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പൊട്ടിക്കരയുകയാണ്. വലിയ ശക്തിയുള്ള ആളാണല്ലോ നബിതങ്ങൾ. 4000 വ്യക്തികളെ ആഫിയത്ത് അല്ലാഹു നബിക്ക് നൽകിയിട്ടുണ്ട്. ആ നബിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുകയാണ്. ഇതിന് മുഴുവനും കാരണക്കാരി ഒരു പെണ്ണാണ്. ആ പെണ്ണ് മക്കാ വിജയത്തിന്റെ ദിവസമായപ്പോൾ ആ സഹോദരി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്ന് സങ്കടം പറയുകയാണ്. ഞാൻ നിങ്ങളെ മതത്തിലേക്ക് വരാൻ ആശിക്കുന്നു, എന്നെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പകരത്തിന് പകരം ചെയ്യുന്ന നേതാവിനെ അല്ല നമ്മൾ കാണുന്നത്. ബിസ്മി ലോകത്ത് നൽകുന്ന സന്ദേശം ഇസ്ലാമിന് ഭീകരത അറിയില്ല, ഇസ്ലാമിന് തീവ്രത അറിയില്ല. ബിസ്മിയുടെ സന്ദേശം സ്നേഹത്തിന്റേതാണ്, കാരുണ്യത്തിന്റേതാണ്. ഹിന്ദിന് നബി അതാ സ്വീകരിക്കുകയാണ്. ആ ഹിന്ദിനെ ഇസ്ലാമിലെ അംഗമാക്കി അംഗീകരിക്കുകയാണ്. ആ ഹിന്ദു നാളെ സ്വർഗത്തിലാണ്. ഇത് സഹോദരികൾ പഠിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒറ്റ വാക്യം ആത്മാർത്ഥമായ ഒരു മനുഷ്യൻ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു അതാ കാരുണ്യം വർഷിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ സ്നേഹമതാ അവൻ ചൊരിഞ്ഞു കൊടുക്കും. നിങ്ങൾ നോക്കൂ, യൂഫ്രട്ടീസ് നദിയാണ് കാണുന്നത്. ബഗ്ദാദിൽ നിന്ന് നോക്കിയാൽ യൂഫ്രട്ടീസ് നദി ഇങ്ങനെ കാണാം. ആ നദിയിലേക്ക് നിങ്ങൾ നോക്കൂ. ആ നദിയുടെ കരയിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ മെല്ലെ 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 കാലുകൾ വേച്ച് 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 നടന്നു പോകുന്നു. അതാരാണ് നടന്നു പോകുന്നത്? അത് മറ്റാരുമല്ല, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആണ്. എങ്ങോട്ടാണ് പോകുന്നത്? യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്കാണ്. ഇത് പറഞ്ഞു തരുന്നതാരാണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്ക് ഒരു സഹോദരൻ മന്ദം മന്ദമതാ നടന്നു പോകുന്നു. അയാളെ കയ്യിലാകട്ടെ കുറെ തുണിക്കഷണങ്ങളുണ്ട്. ആരെല്ലാമോ വെട്ടിമാറ്റിയ തുണിക്കഷണങ്ങൾ. ആ തുണിക്കഷണങ്ങളെല്ലാം കൂടി കലക്ട് ചെയ്ത് ആ തുണിക്കഷണങ്ങൾ കഴുകാൻ വേണ്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് മെല്ലെ മെല്ലെ അതാ നടന്നു പോകുന്നു. ഉവൈസുൽ ഖർനിയാണ് കടന്നു പോകുന്നത്. ഇതെന്തിനാണ് ഈ തുണിക്കഷണങ്ങൾ? ഈ തുണിക്കഷണം എന്തിനു വേണ്ടിയാണ്? ഉവൈസുൽ ഖർനി ഈ തുണി എടുത്തിങ്ങനെ കഴുകുമ്പോൾ ആ കഴുകുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്ന ആളുകൾ കല്ലെടുത്തിട്ട് എറിയുകയാണ്. കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയുന്നു, ഭ്രാന്തൻ എറിയുന്നത് പോലെ എറിയുകയാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന രാജ്യം ഭരണം നടത്തുന്ന കാലം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും യമനുകാർ ഇവിടെയുണ്ടോ? ഉണ്ടെന്നവര് പറഞ്ഞപ്പോൾ യമനിലെ കർണ് എന്ന പ്രദേശത്തുള്ളവരുണ്ടോ? അവര് പറഞ്ഞു, അതെ, കർണിലുള്ള ഒരാളുണ്ട് ഇവിടെ. ആ കർണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധു മനുഷ്യരുണ്ടല്ലോ, അറിയോ? ദുആക്കുത്തലുള്ള ആളാണ്. അവര് പറഞ്ഞു, ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശീലക്കഷണങ്ങൾ പെറുക്കിയെടുത്ത് ആളുകൾ ഉപേക്ഷിച്ചിട്ട ശീലക്കഷണങ്ങൾ എടുത്ത് അത് കൊണ്ടുപോയി യൂഫ്രട്ടീസ് നദിയിൽ കൊണ്ടുപോയി കഴുകി അതുകൊണ്ട് തുന്നിയിട്ട് തുണി ഉടുക്കുന്ന ഒരു സാധു മനുഷ്യൻ. ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തതിന്റെ പേരിൽ എല്ലിന്റെ കഷണങ്ങൾ നിലത്തുനിന്ന് വാരിയെടുത്ത് അത് മെല്ലെങ്ങനെ വേവിച്ച് തിന്നുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെ മറുപടി, ഞങ്ങൾ അദ്ദേഹത്തെ കാണാറില്ല, ശ്രദ്ധിക്കാറില്ല. കാരണം അയാളൊരു ഭ്രാന്തനാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അരുത് അരുത്, മിണ്ടിപ്പോകരുത് കേട്ടോ. ആ ഉവൈസുൽ ഖർണി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം നടത്തിയിട്ടുണ്ട്. വയസ്സായ ഉമ്മക്ക് ഖിദ്മത്ത് ജീവിക്കുന്ന ഉവൈസുൽ ഖർണി മുജാബുദ്ദഅവ, ദുആഇന് ഉത്തരമുള്ള മഹാനാണ്. അദ്ദേഹത്തെ ചെന്ന് കാണണം, അദ്ദേഹത്തോട് ബന്ധപ്പെടണം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിൽ കഴിയുമ്പോഴും ആ ജീവിതത്തിൽ അള്ളാഹുവിൽ എല്ലാം തവക്കുലാക്കി ജീവിക്കുന്ന മനുഷ്യന് അവനിങ്ങനെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അവരെ നാവിന് അള്ളാഹു അഹർ നൽകുകയാണ്, അവരെ നാവിനുള്ള പൊരുത്തം നൽകുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം അവേലത്ത് തങ്ങളെ പോലെ നമ്മളെ പരിസരങ്ങളിൽ ജീവിച്ച ഒരുപാട് മഹാന്മാർ, ഔലിയാക്കൾ മുഴുവനും ഔലിയാക്കളായി മാറിയത്, ആലിമീങ്ങളൊക്കെയും വലിയ ആലിമീങ്ങളായി മാറിയത്, സ്വാലിഹീങ്ങളൊക്കെ വലിയ മഹത്വം ലഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കുകൊണ്ടാണ്. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാലല്ലേ നമുക്ക് വിഷയം പൂർത്തിയാവുകയുള്ളൂ. അല്ലാതെ നമ്മളെ ആഗ്രഹം കൊണ്ട് കാര്യങ്ങൾ നടക്കുമോ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വലിയ സാമ്പത്തികമായി വലിയ കഴിവുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽ ആദ്യത്തെ മകൻ മന്ദബുദ്ധിയായി ജനിക്കുന്നു. ആദ്യത്തെ കുട്ടി മന്ദബുദ്ധി. ആരോടുണ്ട് നിനക്ക് ആരോട് പറയാൻ? ഈ സങ്കടം നിനക്ക് ആരോട് പറയാൻ? നമ്മളെ ഈ ശായത്തിന്റെ കീഴിൽ മന്ദബുദ്ധികളുടെ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ കുട്ടികളുടെ ഉമ്മമാരൊരു പക്ഷേ ഈ വയത് കേൾക്കുന്നുണ്ടാകാം. അള്ളാഹു തരുന്നതിനെ സ്വീകരിക്കുക. ആ കുട്ടികളെ അടിച്ചു കൊല്ലാൻ നിർവാഹമില്ല. അവരെ തൻകുഞ്ഞ് പെൺകുഞ്ഞായി അവരെ വളർത്തിയെടുക്കുക. ആ കുട്ടികളെ തരുന്നത് അള്ളാഹുവാ. അങ്ങനെ അള്ളാഹു നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെയും റബ്ബിനോട് ദുആ, ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം, കരുണ ചെയ്യുന്ന പടച്ചവനെ, ഒരു ചെറിയ വിഷമം കൊണ്ട് നീ എന്നെ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷണം കൊണ്ട് നീ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തരുത്. ഞാനൊരു സാധുവാണ്, നിന്റെ റഹ്മത്ത് നീ എനിക്ക് ചൊരിച്ചു തരണം, നല്ലൊരു മകനെ എനിക്ക് തരണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ നൽകിയതുപോലെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഒരു നല്ല കുട്ടിയെ തരണമെന്ന ആശ നിസ്കരിക്കുന്ന മനുഷ്യൻ, ഇസ്മി ചൊല്ലുന്ന മനുഷ്യൻ, അവന്റെ മനസ്സിൽ ആ ആശ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ചാൽ നിന്റെ കണ്ണിന് സന്തോഷമുണ്ടാക്കുന്ന, കൺകുളിർമയുണ്ടാകുന്ന നല്ലൊരു കുഞ്ഞിനെ അള്ളാഹു നിനക്ക് തരും. അതുകൊണ്ടാണല്ലോ നീയും നിന്റെ ഭാര്യയും തമ്മിൽ ലൈംഗിക ബന്ധം നടത്തുമ്പോൾ ബിസ്മി ചൊല്ലാൻ പാടില്ല, കറാഹത്താണ്. 4 സമയങ്ങളിൽ ദിക്ർ പാടില്ല. 4 സമയങ്ങളിൽ ദിക്ർ ചൊല്ലരുത്. അതിൽപ്പെട്ട ഒരു സമയമാണ് ആണും പെണ്ണും ഇണ ചേരുമ്പോൾ ദിക്ർ ചൊല്ലാൻ പാടില്ല. ഇണ ചേരുന്നതിന്റെ തൊട്ടു മുൻപാണ് ദിക്ർ ചൊല്ലേണ്ടത്. ആ ദിക്ർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ജന്നിബിശ് ശൈത്താന, അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്താന വജന്നിബിശ് ശൈത്താന മാ റസഖ്തനാ, അല്ലാഹുമ്മ ജന്നിബിനശ് ശൈത്താൻ. അല്ലാഹുവേ, ഞാനും എന്റെ ഭാര്യയും, അല്ലെങ്കിൽ സഹോദരി പറയുമ്പോൾ ഞാനും എന്റെ ഭർത്താവും ഇവിടെ ബന്ധപ്പെടുന്നത് അള്ളാഹുവാകുന്ന നിന്റെ പൊരുത്തം ലഭിക്കാനും ഒരു നല്ല കുട്ടിയെ ലഭിക്കാനും വേണ്ടിയാണ്. ആ തരുന്ന കുട്ടികളിൽ നിന്നും ഞങ്ങളിൽ നിന്നും പിശാചിനെ നീ ദൂരത്താക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിയിട്ട് ബന്ധപ്പെട്ടാൽ
ആ കുടുംബത്തിന് അള്ളാഹു അതാ നല്ല മക്കളെ നൽകുന്നു. അങ്ങനെ ലഭിച്ച മകനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ. ഞാൻ ചെറിയ ഉദാഹരണത്തിന് വേണ്ടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബദറിന്റെ സമരം നടക്കുന്ന സമയം അതാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ ഒരു കുട്ടി വന്ന് സങ്കടം പറയുന്നു. എന്നെ അങ്ങ് പുറപ്പെടുന്ന ഈ യാത്രയിൽ എന്നെയും മെമ്പറാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മോനെ നീ എന്റെ കൂടെ വരണ്ട, നിനക്ക് പ്രായമായിട്ടില്ല, മൈനറാണ്, നീ വരണ്ട. ആരാണ് സഹോദരന്മാരെ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അനുജനായ ആമിർ ഇബ്നു അബീ വഖാസ് ചെറിയ ബാലനാണ്. അതാ റസൂലുള്ളാഹിന്റെ കൂടെ പോകാനുള്ള ആവേശം കൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി അനുവാദം കൊടുക്കുന്നില്ല. അനുവാദം കൊടുക്കാതെ ഇപ്പൊ കുട്ടി തിരിച്ചുപോയി. കുറെ കഴിഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അനുജൻ പോയിട്ട് പറയുന്നു, എന്നെ എടുക്കൂല, റസൂലുള്ള എന്നെ എടുക്കുന്നില്ല, നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോകോ? സഅദ് റളിയല്ലാഹു അൻഹു അനുജനെയും കൂട്ടി അതാ പോകുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് കുട്ടി ഇങ്ങനെ വന്നു നിൽക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ കുട്ടി ഇങ്ങനെ നിന്നിട്ട് റസൂലുള്ളാഹിക്ക് അറിയാമല്ലോ, മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ പ്രായം. ആ കുട്ടി അതാ പെരുവിരലിൽ ഊന്നിയിട്ട് അല്പം ഇങ്ങനെ നീളമുള്ളവർ നോക്കുന്നത് പോലെ നോക്കി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ പെർമിറ്റ് നൽകുന്നു. ഉഹുദ് സമരം നടക്കുകയാണ്. ആ സമരത്തിൽ കുറെ ആളുകൾ മരിച്ചു വീണു. ഈ യുദ്ധക്കളത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ ഒരു മൂലയിലുണ്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ മരിച്ചു കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആമിർ എന്ന് പേരുള്ള ഒരു ചെറിയ ബാലൻ ആ യുദ്ധക്കളത്തിന്റെ മൂലയിലതാ കിടന്ന് ചോരയൊലിച്ച് കിടക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ അച്ചടക്കം ലഭിക്കാൻ വേണ്ടി ആ മാതാപിതാക്കളുടെ ബിസ്മിയുടെ പവർ കൊണ്ട് അള്ളാഹു അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ നൽകുകയാണ്. ഉമ്മമാരെ അള്ളാഹു തരുന്ന റഹ്മത്ത് എത്ര വലിയ റഹ്മത്താണ്. ആ റഹ്മത്തിന്റെ ചെറിയൊരളവ് ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ആ ചെറിയ കാരുണ്യത്തിന്റെ ഒരു അംശം ലഭിച്ചാൽ അവന്റെ വിജയം നിങ്ങൾ നോക്കൂ. നിലത്ത് വീണ് കിടക്കുന്ന ബിസ്മി എഴുതിയൊരു ചെറിയ കടലാസ് നിലത്ത് വീണ് കിടക്കുന്നത് കാണുന്ന സമയം നമ്മുടെ മനസ്സ് പിടയണം ഉമ്മമാരെ. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്ന ആശയം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ബഹുമാനിക്കണം, ആദരിക്കേണ്ട വസ്തുക്കളെ ആദരിക്കണം, ആരാധിക്കേണ്ട അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അലക്ഷ്യമായി അവിടെയും ഇവിടെയും വീണുകിടക്കുന്ന കടലാസുകൾ. ആയത്തുൽ കുർസി എഴുതിയൊരു കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടർ നമ്മളെ ഓഫീസ് റൂമിൽ കുറെ കാലം തൂങ്ങി നിന്നു. ഒരു കൊല്ലത്തെ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ആ കടലാസിന്റെ കഷണങ്ങൾ അല്പാൽപ്പം മുറിച്ചെടുത്ത് മനുഷ്യൻ പല ആവശ്യത്തിനും വേണ്ടി എടുക്കാൻ തുടങ്ങി. ഫോൺ നമ്പർ എഴുതാൻ വേണ്ടി ആയത്തുൽ കുർസി എഴുതിയ കലണ്ടറിന്റെ ചെറിയൊരു ഭാഗം മുറിച്ചെടുത്തു. പിന്നെ വേറൊരാള് വേറൊരാവശ്യത്തിന് മുറിച്ചെടുത്തു. അങ്ങനെ അതെല്ലാം വികൃതമായി നിലത്ത് വീണുകിടക്കുന്നു. ആ ആയത്തുൽ കുർസി എഴുതിയ ഭാഗങ്ങൾ നിലത്ത് വീണുകിടക്കുമ്പോൾ നിന്റെ കാലുകൊണ്ട് നീ അത് ചവിട്ടിപ്പോയാൽ, നീ ഏതെങ്കിലും സമയത്ത് അതിന് നിന്നിച്ചു പോയാൽ അള്ളാഹുവിന്റെ അദാബ് അതിന്റെ പേരിൽ ഇറങ്ങുമെന്ന് പേടി നമുക്ക് വേണം. അതേ സമയത്ത് തറയിൽ വീണ് കിടക്കുന്ന അള്ളാഹു എന്ന് എഴുതി ഏതെങ്കിലും ഒരു ചെറിയ കടലാസിന്റെ കഷണം നീ അതെടുത്ത് ബഹുമാനിച്ചാൽ, നീ അതെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ നിന്റെ കുടുംബത്തിന് റബ്ബ് തരുന്ന പൊരുത്തമെത്രയാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ കേട്ടിരിക്കും ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം അതാ മദ്യപാനിയാണ്, തോന്നിയവാസിയാണ്. ഈ പ്രഭാഷണം കേൾക്കുന്നവരിൽ ഒരുപക്ഷെ ഇസ്ലാമിന്റെ ചിട്ടകളൊന്നും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും, ഒരുപാട് പാളിച്ചകൾ ചെയ്യുന്ന ആളുകളുണ്ടാകാം. അവർക്ക് നന്നാകാനുള്ള വഴി പറഞ്ഞു തരട്ടെ. നന്നാകാനുള്ള വഴി വളരെ എളുപ്പമുള്ള വഴിയാണ്, പക്ഷേ നിലനിന്നു പോകൽ പ്രയാസമാണ്. അത് നിലനിർത്തി കിട്ടാനുള്ള മാർഗമാണ് നാളെ മുതൽക്ക് ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളിൽ വരാൻ പോകുന്നത്. ഞാനതിന്റെ തുടക്കം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു.
മനസ്സിലാക്കണം, നിലത്ത് വീണ് കിടക്കുന്ന ചെറിയൊരു കടലാസ്, ഒരു തോൽക്കഷണം. ആ തോൽക്കഷണം കാണുമ്പോൾ, ഒരു കടലാസ് കാണുമ്പോൾ അതിങ്ങനെ നോക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോ നമ്മളിങ്ങനെ കൈ തോർത്താൻ വേണ്ടി ടവൽ അന്വേഷിക്കാറുണ്ട്. ആ ടവൽ അന്വേഷിക്കുമ്പോൾ ടവൽ കിട്ടുന്നില്ലെങ്കിൽ കടലാസ് കൊണ്ട്, അതാ നമ്മളെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കടലാസ് കൊണ്ട് തോർത്താറുണ്ട്. അങ്ങനെ നിലത്ത് നിന്ന് ഏതെങ്കിലും ഒരു കടലാസ് എടുത്ത് നമ്മളെ കൈ നമ്മൾ തോർത്താൻ ഉദ്ദേശിക്കുമ്പോൾ ആ കടലാസ് ഒന്ന് വായിച്ചു നോക്കണം, അതിലെന്താ ഉള്ളത്. അല്ലാഹു എന്ന വാക്ക് അതിലുണ്ടോ, റസൂലുള്ളാഹിന്റെ പേരതിലുണ്ടോ എങ്കിൽ ആ കടലാസ് കൊണ്ട് നീ കൈ തോർത്തരുത്. അത് നീ ബഹുമാനിച്ചുകൊണ്ടിങ്ങനെ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും ഇതൊക്കെ ഒരു ജാതി വസ്വാസാണ്, മൂപ്പർക്ക് ലേശം വസ്വാസാന്ന് പറയും. അത് വസ്വാസല്ല, ആദരവാണ്. നിലത്ത് വീണ് കിടക്കുന്ന അല്ലാഹു എന്നെഴുതിയ തോൽക്കഷണം അതാ മദ്യപാനിയായ സമ്മാടിയായ മനുഷ്യനെടുക്കുകയാണ്. അത് എടുത്തിട്ട് വായിച്ചിട്ട് ഒറ്റ ഞെട്ടലാണ്. അല്ലാഹുവിന്റെ വചനം മനുഷ്യന്മാര് കാലുകൊണ്ട് ചവിട്ടുന്ന സ്ഥലത്ത് കിടക്കുകയാണല്ലോ, അത് എടുത്തിട്ട് കഴുകുന്നു. അത് ഉയരമുള്ള സ്ഥലത്ത് ബഹുമാനത്തോടെ സൂക്ഷിക്കുന്നു. അതാ അതിന്റെ റിസൾട്ട് അല്ലാഹു നൽകുന്നു. അന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ, അന്ന് രാത്രിയിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കലാ വരുന്നു. അല്ലാഹു തആലാന്റെ പ്രത്യേകമായ സന്ദേശം നൽകുന്നു. യാ ബിശ്ർ തയ്യബക്കല്ലാഹ്, ഓ ബിശ്ർ, അല്ലാഹു തന്നെ നന്നാക്കട്ടെ. കമാ തയ്യബ തൈസ്മി, എന്റെ പേരെഴുതിയ തോൽക്കഷണം നിരത്തുനിന്ന് എടുത്ത് അത് സുഗന്ധം പുരട്ടി ബഹുമാനിച്ചതുപോലെ അല്ലാഹു തന്നെ ബഹുമാനിക്കട്ടെ. ആ ബഹുമാനം അയാൾക്ക് ലഭിക്കുന്നു. അയാൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ പട്ടികയിൽ പെടുകയാണ്. എന്നിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു ആ ബിശ്റുൽ ഹാഫി ആരായി മാറി. ഏതെങ്കിലും ഒരു കല്യാണ സദ്യക്ക്, ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ സദ്യയിൽ ബിശ്റുൽ ഹാഫി ചെന്ന് ഇരുന്നാൽ ആളുകൾ, ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അദ്ദേഹം തുടങ്ങിയതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയുള്ളൂ. നല്ല ആളുകൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ ഒരു ഭക്ഷണത്തിന്റെ സുപ്രയിലുണ്ടെങ്കിൽ അവര് തുടങ്ങിയതിന് ശേഷമേ നാം തുടങ്ങാൻ പാടുള്ളൂ. അവരുടെ മുൻപ് നാം തുടങ്ങരുത്. വീട്ടുകാരൻ ആദ്യം തുടങ്ങുക, എന്നിട്ടാണ് ഗുരു തുടങ്ങേണ്ടത്. പക്ഷേ വീട്ടുകാരൻ തുടങ്ങുമ്പോൾ ഉസ്താദിന്റെ സമ്മതം ചോദിക്കണം. ഉസ്താദെ തുടങ്ങിയല്ലേ, ഉസ്താദ് തുടങ്ങിയാൽ നമുക്ക് തുടങ്ങാമായിരുന്നു. അതൊന്നും വേണ്ട, ഭക്ഷണം വിളമ്പിയാ പിന്നെ പറയണമെന്നുണ്ടോ? അങ്ങനെയുണ്ട്, ഭക്ഷണം വിളമ്പിയാലും വേണം പറയാ, എല്ലാം അവിടെ പറയണം. ബിശ്റുൽ ഹാഫി ഭക്ഷണം കഴിക്കുന്ന സുപ്രയിൽ ശിഷ്യന്മാര് ആരും ഭക്ഷണം തൊടുകയില്ല. അദ്ദേഹം തുടങ്ങിയതിന് ശേഷമേ തുടങ്ങൂ. എന്താണ് കാരണം? ആ ബിശ്റുൽ ഹാഫിന്റെ കൈ കറാമത്തുള്ള കൈയാണ്. അവരെ കണ്ണ് കറാമത്തുള്ള കണ്ണാണ്. അവരെ പ്രവർത്തനം മുഴുവനും കറാമത്തുള്ളതാണ്. നലവേറും അറഫാനാൾ പശുവെ പായിച്ചാരെ ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. 10 വയസ്സ് പ്രായമുള്ള ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പശുവിനെയും മേറ്റ് നടക്കുന്ന സമയത്താണല്ലോ ഒരു പശുക്കുട്ടി വിളിച്ചു ചോദിച്ചത്, അല്ല മോനെ 10 വയസ്സുള്ള ബാല, നിന്നെ പടച്ചത് പശുവിനെ മേയ്ക്കാനാണോ? ധാരാളം മനുഷ്യന്മാരെ നയിക്കാനുണ്ട്, തെളിക്കാനുണ്ട്. അവരെ നയിക്കാൻ നേതാക്കളില്ലാതെ ലോകം ഇരുട്ടിൽ കഴിയുമ്പോൾ നീ മൃഗത്തിന്റെ പിന്നാലെ നടക്കുകയാണോ? ആ വിളി കേട്ട് അഹ്മദുൽ കബീർ റിഫായി ഉമ്മന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. ഉമ്മ, ഞാൻ ഇന്നൊരു അത്ഭുതം എനിക്ക് കാണാൻ കഴിഞ്ഞു, പശു സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. ആ ഉമ്മ അന്ന് ആ ബാലനെ കിതാബോധാൻ പറഞ്ഞേച്ചു. അങ്ങനെയാണ് അഹ്മദുൽ കബീർ റിഫായി വലിയ പണ്ഡിതരായി മാറിയത്. അപ്പൊ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അവർക്ക് അല്ലാഹു പ്രത്യേകമായ പദവികൾ നൽകും. ചെറിയ കാരണങ്ങൾ കൊണ്ട് വലിയ വാതിലുകൾ അല്ലാഹു തുറക്കും. ബിശ്റുൽ ഹാഫി ഏതെങ്കിലും സദ്യക്ക് പോയാൽ, ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയാൽ, അദ്ദേഹത്തിന്റെ കൈ ഏതെങ്കിലും ഭക്ഷണത്തിലേക്ക് നീണ്ടാൽ, ആ ഭക്ഷണത്തിൽ വല്ല ശുബ്ഹത്തുമുണ്ട് എങ്കിൽ, ഹലാലും ഹറാമും കലർന്ന ഭക്ഷണമാണെങ്കിൽ, അല്ലെങ്കിൽ ഹറാമ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ, അന്യ ആളോട് കട്ടുകൊണ്ടുവന്ന പണമാണ്,
ആ പണം കൊണ്ട് കോഴിയെ അറുത്ത് ആ കോഴി നല്ല പൊരിച്ച് കരിച്ച് കറി വെച്ച് അത് ഉസ്താദുമാർക്ക് ഇങ്ങനെ വിളമ്പിക്കൊടുക്കുകയാണ്. മുമ്പൊരാളെ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒരു വാഴക്കൊല വെട്ടി കറിയാക്കിയിട്ട് അയൽവാസിയെ ക്ഷണിച്ചു. ഉഷാറായി തിന്ന് അയാൾ ദ്വാരക്കാൻ പുറപ്പെട്ടപ്പോ ഇദ്ദേഹം പറഞ്ഞു, ദ്വാരക്കണമെന്നില്ല, നിങ്ങളെ വാഴക്കൊല ഞാൻ വെട്ടിയതാണ്. ഇത് തിരിച്ചറിയാൻ ഈ അയൽവാസിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബിസ്റുൽ ഹാബിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതാ കട്ട സാധനം കറിയാക്കി കൊണ്ടുവന്നതാണ്, കട്ട സാധനം കൊണ്ട് മീൻ വാങ്ങിയതാണ്, ആ മീൻ പൊരിച്ചു വെച്ചതാണ്. ആ സാധനം ബിസ്റുൽ ഹാബി തിന്നാനൊരുങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഭക്ഷണത്തിലേക്ക് ബിസ്റിന്റെ കൈ നീളുന്നില്ല, കൈയങ്ങോട്ട് നീളുന്നില്ല. എത്ര കൈയങ്ങോട്ട് നീട്ടിയിട്ടും ഭക്ഷണവും കൈയും തമ്മിൽ തൊടുന്നില്ല. ഭക്ഷണം അങ്ങോട്ട് ദൂരത്തേക്ക് ഇങ്ങനെ പോവുകയാണ്, കൈ ഇങ്ങോട്ട് വലിഞ്ഞു പോരുകയാണ്. കൂടുള്ള ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ബിസ്റുൽ ഹാബി അവരോട് പറയുന്നു, ഈ സാധനം നമുക്ക് തിന്നാൻ പറ്റാത്ത സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വിളമ്പിയ സാധനം എനിക്ക് വേണ്ട. സുപ്രയിൽ നിന്ന് ബിസ്റുൽ ഹാബി എഴുന്നേൽക്കുന്നു. ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും തിന്നാതെ എണീറ്റ് പോകുന്നു. വലിയ പണ്ഡിതനായ ആ ബിസ്റുൽ ഹാബി അതാ വലിയാണ്, പണ്ഡിതനാണ്. അല്ലാഹു അതാ ലദുന്നിയായ ഇൽമു നൽകി. അതിനുശേഷം ആ നാട്ടിൽ എവിടെ ഭക്ഷണം വിളമ്പിയാലും അത് ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ബിസ്റുൽ ഹാബിയെ വിളിക്കും. അദ്ദേഹത്തോട് പറയും, നിങ്ങൾ കൈയൊന്ന് നീട്ടണം. കൈ നീട്ടിയിട്ട് ആ ഭക്ഷണം അദ്ദേഹത്തിന് കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ അത് ഹലാലാണ്. അല്ല, അയാളെ കൈക്ക് കിട്ടാത്ത ഭക്ഷണങ്ങൾ മാറുന്നുവെങ്കിൽ ആ സാധനം ശുഭത്തിന്റെ സാധനമാണ്. ഈ വലിയ പൊരുത്തം ആ നേതാവിന് ലഭിക്കാനുള്ള കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിലുള്ള അള്ളാഹു എന്ന വചനത്തെ ബഹുമാനിച്ചതിന്റെ പവറാണ്. അള്ളാഹുവിനെ ബഹുമാനിക്കൽ, അള്ളാഹു എന്ന് എഴുതിയ കടലാസുകളെ ബഹുമാനിക്കൽ, മദ്രസയിലെ പുസ്തകങ്ങളെ ബഹുമാനിക്കൽ. സഹോദരിമാരെ, ആ പുസ്തകങ്ങളെ നിന്ദിക്കാൻ പാടില്ല. അതെല്ലാം ഇസ്ലാം നമുക്ക് നിർദ്ദേശം നൽകുന്നു, ബിസ്മി നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. അതുപോലെ തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഇവിടെ ഓതിവെച്ച ആയത്ത് വളരെ വിശദീകരിക്കേണ്ട ഭാഗം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് 5 ആയത്തുകൾ ഓതിക്കൊണ്ട് ഇബ്നു മസ്ഊദ് പറയുന്നു, സൂറത്തുൻ നിസായിലെ ഈ 5 ആയത്തുകൾ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും എനിക്കിഷ്ടം ഈ 5 വചനങ്ങളാണ്. ആ ഒന്നാമത്തെ വചനം, മിൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യാതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, വലിയ സന്തോഷമുള്ള ആയത്താണ്. ഈ ആയത്ത് കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലി പോകുന്ന സന്തോഷമാണ്. എന്താണ് അത്ര സന്തോഷം ഉണ്ടാവാനുള്ള കാരണം? പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ചെറുദോഷങ്ങൾ അത് ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്ന ആളുകളാണ് നാം. ചെറുദോഷം ചെയ്യാത്ത ആരും ഈ സദസ്സിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറുദോഷങ്ങളുടെ പട്ടിക ഞാനിവിടെ എണ്ണുന്നില്ല, അതെണ്ണാൻ സമയമെടുക്കും. മാത്രവുമല്ല, അത് എണ്ണണമെങ്കിൽ കുറിപ്പുകൾ ഡിപ്പെൻഡ് ചെയ്യാതെ എണ്ണാൻ കഴിയൂല. ഒരു 4 or 5 ഒക്കെ ആണെങ്കിൽ അങ്ങോട്ട് എണ്ണ. ചെറുദോഷങ്ങൾ, വൻദോഷങ്ങൾ തന്നെ 700 വൻദോഷങ്ങൾ എണ്ണിയവരുണ്ട്. വൻദോഷം നമ്മൾ സാധാരണ കിതാബിൽ വൻദോഷം 7 എണ്ണിയിട്ട് അവിടെ അവസാനിപ്പിക്കലാണ്. ചില ഉലമാക്കൾ 700 വൻദോഷങ്ങൾ എണ്ണിയവരുണ്ട്. അത് രണ്ടും ഇവിടെ എണ്ണാൻ മാത്രം വിശാലമായ ഒരായത്താണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒരു 3 സ്വലാത്ത് ഇരുന്നാൽ പിന്നെ ഞാൻ പറയുന്നത് കഴിഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോയി ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين وآل كل منهم والصحابة أجمعين.
ചെറുദോഷങ്ങൾ ചെയ്യാത്ത മനുഷ്യർ ഇല്ലെന്നു തന്നെ പറയാം. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ചെറുദോഷങ്ങളിൽപ്പെട്ടതാണ് ചിരി. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ചിരി ചെറുദോഷം. അല്ലാഹ്, മലയാളി കുടുങ്ങും. മലയാളിക്ക് ചിരി അടക്കാൻ കഴിയുകയില്ല. എന്ത് കണ്ടാലും ചിരിക്കും, കാണാൻ പറ്റാത്തത് കണ്ടാലും ചിരിക്കും. വീണാൽ ചിരിച്ചേ തീരും. ചിരിപ്പിക്കുന്നവരെ കണ്ടാൽ ചിരിക്കും. പിന്നെ അതിലപ്പുറം പറയണ്ടല്ലോ. ഒരു ചിരിപ്പിക്കുന്ന ആളുണ്ട് വരുന്നു, അയാൾ വരുമ്പോഴേക്ക് നമ്മൾ ചിരി തുടങ്ങി. വരുന്നുണ്ട്. അയാൾ സ്റ്റേജിലേക്ക് കയറി നിന്നപ്പോഴേക്ക് ചിരി തുടങ്ങി. ലാ യുവാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്ന ആയത്തോതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ 3 വിഭാഗമാണ്. ഒന്ന് മക്കയിലെ വ്യാഖ്യാതാക്കൾ, മറ്റൊന്ന് മദീനയിലെ വ്യാഖ്യാതാക്കൾ, മൂന്നാമത്തേത് ബഗ്ദാദിലെ വ്യാഖ്യാതാക്കൾ. ആ ബഗ്ദാദിലെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ഹസൻ ബസരി. അദ്ദേഹം പറയുന്നു, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഓ മനുഷ്യ, നിന്റെ മുഴുവൻ ചിരിയും രേഖപ്പെടുത്തിക്കഴിഞ്ഞു, നിന്റെ എല്ലാം രേഖപ്പെടുത്തിക്കഴിഞ്ഞു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നു, ചിരിക്കുന്നതും പാപമായി എഴുതാൻ സാധ്യതയുണ്ട്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം സന്തോഷിക്കണ്ട എന്നല്ല, ചിരിക്കണ്ട എന്നല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ചിരിപ്പിച്ചിട്ടുണ്ട്. ബുഖാരിയിൽ തന്നെ കാണാം, തുർമുദിയിൽ കാണാം. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ആ മനുഷ്യന്റെ പിന്നിലൂടെ വന്ന് അയാളെ 2 കണ്ണുമത് ആ പിന്നിലൂടെ വന്ന് പൊത്തുന്നു. പൊത്തിയിട്ട് ആ മനുഷ്യനെ ഒട്ടാകെ പൊക്കുന്നു. പിന്നിന്ന് വന്നിട്ട് കണ്ണ് പൊത്തിയിട്ട് അയാളെ പൊക്കുന്നു. ഞാൻ ഈ ടേബിൾ ഇങ്ങനെ പൊക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ കണ്ണ് പൊത്തിയിട്ട് അയാളെങ്ങനെ പൊക്കിയാൽ ആരും ചിരിച്ചു പോകുമല്ലോ. ആ മനുഷ്യനങ്ങ് പൊക്കിയപ്പോൾ അയാള് ചോദിക്കുന്നു, മൻഹാദാ ഉതുറുക്കിനി, മൻഹാദാ ഉതുറുക്കിനി. ആരാണ് എന്റെ കണ്ണ് പൊത്തിയത്? ഒന്ന് വിട്, ആരാണ് എന്നെ പൊത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹിയാണ്, അള്ളാഹുവിന്റെ ഹബീബായ നബി. ചില തമാശകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. തമാശയ്ക്ക് നബി എതിരല്ല. പക്ഷേ ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى. എല്ലാ വെള്ളിയാഴ്ചയും മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു വചനം എല്ലാ പള്ളിയിലും ഓതുന്നുണ്ടല്ലോ. ആ വചനത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ ആലോചിക്കണം. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഇതാ ഇവിടെ കുറെ കളിച്ച്, ഇവിടെ കുറെ ചിരിച്ച്, ഇവിടെ കുറെ പൊട്ടിച്ചിരിച്ച്, നാടകം കണ്ട്, സിനിമ കണ്ട്, TV തുറന്നിട്ട് ആ TV-യിൽ മുഴുവനും തോന്നിയാസങ്ങളാണ്, പ്രച്ഛന്ന വേഷങ്ങളാണ്. ആണുങ്ങൾ പെണ്ണുങ്ങളെ വേഷമണിയുന്നു, പെണ്ണ് പുരുഷന്റെ വേഷമണിയുന്നു. അതിങ്ങനെ കണ്ട് ചിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അതിന്റെ പിന്നാലിങ്ങനെ കൂടി നിസ്കാരം ഖളാഅക്കുന്ന മനുഷ്യ, നിനക്കൊരു ദിവസം വരാനുണ്ട്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഒരു വിഭാഗം സ്വർഗത്തിലും ഒരു വിഭാഗം നരകത്തിലും പ്രവേശിപ്പിക്കപ്പെട്ടതിനു ശേഷം അതാ മരണമെന്ന് പറയുന്ന വസ്തുവുണ്ടല്ലോ, ആ മരണത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ ഹാജരാക്കുന്നു. ഹാജരാക്കിയിട്ട് ആ മരണത്തെ അവിടെ വെച്ച് അറുക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നു മുതൽക്ക് മരണമില്ല. ഒരു മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും തുലാസിൽ വെച്ച് തൂക്കുമ്പോൾ അവൻ പരിഹാസത്തിന് വേണ്ടി ചിരിച്ച ചിരിയില്ലേ, ആ ചിരി സയ്യിആത്തിന്റെ പട്ടികയിൽ അതാ തൂക്കുമ്പോൾ ഇമാം ഹസൻ ബസരി പറയുന്നു, ഒരുപക്ഷേ ആ മനുഷ്യന്റെ പരാജയം ആ ഒരൊറ്റ ചിരി കൊണ്ടായിരിക്കാം തിന്മയുടെ ഭാരം കൂടുന്നത്. എങ്കിൽ സംഗതി വളരെ ഗൗരവമുള്ളതാണ്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, മടുക്കുത്തു കുത്തുന്നുണ്ടല്ലോ, അതും ദോഷമാണ്, ചെറുദോഷമാണ്.
അത് അറിയാതെയാകട്ടെ അറിഞ്ഞുകൊണ്ടാകട്ടെ നമ്മളെ സമുദായം അതൊരു പ്രശ്നമാക്കാറില്ല. കല്യാണ സദസ്സുകളിലും അല്ല പള്ളി ഉദ്ഘാടന വേളകളിലും അല്ല പള്ളിയുടെ അകത്തുമൊക്കെ തന്നെ കണ്ടാൽ തോന്നും ഈ പരിപാടി വിജയിക്കാൻ ഈ മടുക്കുത്ത് അനിവാര്യമാണെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതങ്ങനെ തടയലില്ല. കാരണം വിഷയങ്ങൾ വിജയിക്കാൻ ഇങ്ങനൊരു കുത്ത് ആവശ്യമുണ്ടെങ്കിൽ കുത്തിക്കോട്ടെ എന്ന് വിചാരിക്കലാണ്. എന്നാൽ കാലിന്റെ തുട ഔറത്താണ്. ആ ഔറത്ത് വെളിച്ചത്താകുന്ന രൂപത്തിൽ, കാലിന്റെ തുട വെളിച്ചത്താകുന്ന രൂപത്തിൽ മടുക്കുത്ത് കുത്തലും പാപമാണല്ലോ. ഉമ്മമാര് മനസ്സിലാക്കണം, നിങ്ങളെ വീട്ടിലതാ വരുന്നുണ്ട്, റിസീവർ വരുന്നുണ്ട്, പിരിവിന് വരുന്നുണ്ട്. ആ പിരിവിന് 1 മാസം റിസീവർ വന്നപ്പോൾ ആ റിസീവർ നിങ്ങളൊന്ന് നോക്കി ആരാണെന്നറിയാൻ വേണ്ടി. അങ്ങനെ കാണൽ അനുവദനീയമാണ്, നോക്കൽ ഹറാമാണ്. ഇന്നമാ ലക്കൻ നദറത്തുൽ ഊല ലൻ നദറത്തു സാനിയ. അന്യ പുരുഷനെ സ്ത്രീകൾ കാണൽ അനുവദനീയമാണ്, നോക്കൽ ഹറാമാണ്. അന്യ സ്ത്രീകളെ പുരുഷൻ കാണൽ അനുവദനീയമാണ്, നോക്കൽ ഹറാമാണ്. കാണലും നോക്കലും തമ്മിലുള്ള വ്യത്യാസം, കാണൽ യാദൃച്ഛികമാണ്, നോക്കൽ മനഃപൂർവമാണ്. ശരി, ഒന്നാമത്തെ തവണ റിസീവർ വന്നു, കണ്ടു. 2ാമത്തെ പ്രാവശ്യം നോക്കി. ആ നോക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ശരീഅത്ത് എന്താണ് പറയുന്നത്? ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ഈ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ പറഞ്ഞേക്കും, എങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കുക? വീട്ടിൽ വരുന്ന പണിക്കാരെ നോക്കേണ്ടി വരുമല്ലോ, കൂലി കൊടുക്കുമ്പോൾ നോക്കണമല്ലോ. ഇസ്ലാം അനുവദിച്ചതും അനുവദിക്കാത്തതുമുണ്ട്. അത് സ്വന്തം വിഷയമായി ചർച്ച ചെയ്യേണ്ട ഭാഗമായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കടക്കുന്നില്ല. സൂറത്തുൻ നൂറിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റിയവരും കാണാൻ പറ്റാത്തവരും വളരെ വിശദമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, നിങ്ങൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഭാര്യമാർ, ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും, ഒന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്, മറ്റേത് ഉമർ ബിൻ ഖത്താബിന്റെ മകളാണ്. 2 ഉഷാറാണ്. അവർക്ക് 2 പവറുണ്ട്. ഒന്ന് ഞങ്ങൾ നബിന്റെ ഭാര്യയാണ്, മറ്റേ പവർ ഏതാണ്? ഞങ്ങൾ സിദ്ദീഖിന്റെ മകളാണെന്ന പവറാണ്. ഉമർ ബിൻ ഖത്താബിന്റെ മകളെ പവറോ ഞാൻ ഉമറിന്റെ മകളാണെന്ന പവറാണ്. ആ പവറോടുകൂടി 2 പേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ കടന്നു വരുന്നു ഒരു സഹോദരൻ. ആരാണ് കടന്നു വരുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഈ പെണ്ണുങ്ങൾ 2ആളും എഴുന്നേൽക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ നബി ചോദിക്കുന്നു, അല്ല ഉമ്മമാരെ നിങ്ങൾ 2ആളും എന്താണ്? ഒരന്യ പുരുഷൻ ഇങ്ങോട്ട് വരുമ്പോ ആ പുരുഷനെ കാണല് ഹറാമല്ലേ, എന്താണ് നിങ്ങൾ മാറാത്തത്? ആയിഷ റളിയല്ലാഹു അൻഹ അതിന് നൽകുന്ന മറുപടി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ലാ യുബ്സിറുനാ, ആ വരുന്ന മനുഷ്യൻ ഞങ്ങളെ കാണുകയില്ല, കാരണം അയാൾ അന്ധനാണ്. ഹബീബ് ചോദിക്കുന്നു, അഫഉമ്യാവാനി അൻതുമാ, നിങ്ങൾ 2ആളും കണ്ണു കാണാത്തവരാണോ എന്ന് ചോദിച്ചു. അയാൾ ഇങ്ങോട്ട് കാണൂല, ശരി, അത് അയാളെ ഭാഗം ക്ലിയർ. നിങ്ങൾ 2ആളും കണ്ണു കാണാത്തവരാണോ? 2 പേരും പേടിച്ചു പോയി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വലിയ മഹാനല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളതാ പറയുന്നു, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ 5 ആയത്തുകളുണ്ട്. ആ 5 ആയത്തുകൾ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ, ദുനിയാവിനേക്കാൾ എനിക്ക് വലിയ മഹബത്തുള്ള 5 ആയത്തുണ്ട്. അതിൽ 1ാമത്തെ വചനം, എല്ലാ എന്റെ ദുഃഖവും തീർന്നുപോയി. ഇൻതജിതനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യാതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻതജിതനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിച്ചിട്ടുള്ള വൻദോഷങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ, നുകഫിർ അൻകും സയ്യാതികും, നിങ്ങളെ ചെറിയ പാപങ്ങളൊക്കെ നാം പുറത്തു തരുന്നതാണ്. നിങ്ങളോട് വിരോധിച്ച വൻദോഷങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ ചെറുദോഷം നമ്മൾ പുറത്തു തരും എന്നാണ് ഈ ഖുർആന്റെ ഈ വാക്യത്തിന്റെ അർത്ഥം. ഈ വചനം വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് വലിയ സന്തോഷമായി. നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? റസൂലുള്ളാഹിനോട് എത്ര മഹബത്താണ്. സാഹിബു സിവാക്കി റസൂലില്ലാഹ്
സക്കറാത്തിൽ കിടക്കുന്ന വാപ്പ, രോഗമായി കിടക്കുന്ന ഉമ്മ, വളരെ വിഷമിച്ച് കഴിയുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, വളരെ വിഷമത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യന്റെ പല്ലൊന്ന് തേച്ചു കൊടുക്കാൻ നിനക്ക് മടിയാണ് അല്ലേ? ആ രോഗത്തിൽ കഴിയുന്ന ബാപ്പ നിന്നോട് പറയുന്നു, എടോ ആ ചെരുപ്പൊന്നും ഇങ്ങോട്ട് എടുത്തു വെക്ക്. കക്കൂസിലേക്ക് സ്വന്തം നടന്നു പോകാൻ കഴിയാത്ത ബാപ്പ മകനെ വിളിക്കുന്നു, എടോ നിങ്ങോട്ട് വാ, എന്നെ ഒന്ന് ലേറ്റിന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോ നിനക്കതിന് മടിയാണ്, നിനക്ക് സമയമില്ല അല്ലേ? നീ ആലോചിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിനക്ക് പാഠമാണ്, ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യുന്ന മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിസ്വാക്ക് എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ഇബ്നു മസ്ഊദിന് അറിയാം. അത് വേഗം കഴുകി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. മാത്രമല്ല സാഹിബു നഅലി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ ചെരുപ്പ് ഇബ്നു മസ്ഊദിന്റെ കയ്യിൽ സ്റ്റോക്കാണ്. ആ ചെരുപ്പിലതാ പൊടി തട്ടുന്നു, ആ ചെരുപ്പതാ എടുത്ത് എത്തിച്ചു കൊടുക്കുന്നു. ആ വിനയത്വമുള്ള ശിഷ്യൻ, ഒരു ഹറാമ് ചെയ്യാത്ത ഇബ്നു മസ്ഊദ്, ഒരു കറാഹത്ത് ചെയ്യാത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, പടച്ചോനെ ദോഷം ചെയ്യാതെ ചെറിയ ദോഷം വരാതെ എങ്ങനെ ലോകത്ത് ജീവിക്കും? അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിലെ സഹോദരിമാരോട് പറയട്ടെ, ചെറിയ ചെറിയ പാപങ്ങൾ വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്, വളരെ കൂടുതലാണ്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉമ്മമാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു യാത്രാവേളയിൽ അബൂ യസീദുൽ ബിസ്താമി ഉടുത്ത വസ്ത്രം അതാ പൊടിയായി, കംപ്ലീറ്റ് പൊടി നിറഞ്ഞു പോയി. കഴുകണമെന്ന് തോന്നി. അബൂ യസീദുൽ ബിസ്താമി എന്ത് ചെയ്ത്? ആ വസ്ത്രം മെല്ലെ അഴിച്ചിട്ട് അതാ ഒരു കുളക്കടവിൽ ഇറങ്ങി കഴുകുകയാണ്. അത് കഴുകിയങ്ങ് കയറിയതിനു ശേഷം അത് ആറിയിടാനുള്ള സ്ഥലം കാണുന്നില്ല. എവിടെ ആറിയിടും? ആരോ പറഞ്ഞു ആ മരത്തിൽ കൊണ്ടുപോയി ആറിയിടണം. അബൂ യസീദുൽ ബിസ്താമി ആ വസ്ത്രം ആ മരത്തിൽ ആറിയിടാൻ ആഗ്രഹിച്ചങ്ങോട്ട് ചെന്നു. ഉടനെ അദ്ദേഹത്തിന് തോന്നി, റബ്ബേ, അവിടെ ഞാൻ ആറിയിടുകയില്ല. ഞാൻ ആ മരത്തിന് മുകളിൽ ഞാൻ ഈ നനഞ്ഞ തുണി കൊണ്ടുപോയി ഇട്ടാൽ ആ മരത്തിൽ പലപ്പോഴും വന്നിരിക്കുന്ന പക്ഷികൾ, ആ പക്ഷികൾ നാളെ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ എനിക്ക് എതിരായി സാക്ഷ്യം നിന്ന് പോയാൽ കൊമ്പുള്ള മൃഗവും കൊമ്പില്ലാത്ത മൃഗവും തമ്മിൽ ഇവിടെ പല കളിയും കളിച്ച് ആ കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്തതിനെ ആക്രമിച്ചതിന് പകരം നാളെ പരലോകത്ത് ഇവിടെ കൊമ്പില്ലാത്ത മൃഗത്തിന് കൊമ്പല്ല നൽകുമെന്നാണല്ലോ ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പക്ഷികളിരിക്കുന്ന ആ മരത്തിന്റെ മുകളിൽ ഞാനൊരിക്കലും തുണി ആറിടുകയില്ല. മെല്ലെ അവിടെ നിന്ന് ആറിയിടാതെ പിന്നെയും മുന്നോട്ട് നടന്നപ്പോ വേറെ ഒരാൾ കാണിച്ചു കൊടുത്തു, ആ നിലത്തവിടെ ചിക്കിയിട്ടോളൂ. ഇല്ല, അത് കന്നുകാലികൾക്ക് തിന്നാനുള്ള പുല്ലാണ്. ഞാനതിന്മേൽ ആറിയിട്ടാൽ ഏതെങ്കിലും മൃഗത്തിന് ഞാൻ തടസ്സമായി പോകും. അവസാനം തുണി ആറിയിടാൻ സ്ഥലം കിട്ടാതെ വന്നപ്പോ അബൂ യസീദുൽ ബിസ്താമി സ്വന്തം ശരീരത്തിൽ തന്നെ ആ നനഞ്ഞ തുണിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാണ്, നീ പടച്ചവനെ ഈ വസ്ത്രം എനിക്ക് നീ ഉണക്കിത്തരണം എന്ന് പറയുന്ന അബൂ യസീദുൽ ബിസ്താമി എവിടെ? നമ്മൾ എവിടെ? ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യാതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. അല്ലാഹു പറയുന്നു, ഇൻ തജ്തനിബു, നിങ്ങൾ കൈവടിയുന്ന പക്ഷം, കബായിറ മാ തുൻഹൗന അൻഹു, വൻദോഷങ്ങളെ ഉപേക്ഷിക്കുന്ന പക്ഷം. വൻദോഷം ഏതാണ്? വൻദോഷത്തിന്റെ പട്ടിക അത് പറയുമ്പോൾ വൻദോഷം ഏതാന്ന് പറയേണ്ടി വരും. 700 വൻദോഷങ്ങൾ. ആ വൻദോഷങ്ങൾ എങ്ങനെയാണ്? വൻദോഷമെന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? വൻദോഷമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വൻദോഷം അത് പല ഇനങ്ങൾ ഉണ്ട്. ആ വൻദോഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഒരാൾ പ്രവർത്തിച്ചാൽ, ഏതെങ്കിലും ഒരു കുറ്റം ഒരാൾ ചെയ്താൽ അസ്തഗ്ഫിറുള്ള മാത്രം പോരാ, അസ്തഗ്ഫിറുള്ള മാത്രം പോരാ, നീ കണ്ണു നോർത്ത് കണ്ണുനീര് പൊട്ടിക്കണം. ഇമാം ഗസാലി പറയുന്നു, നീ പ്രായശ്ചിത്തം ചെയ്യണം. വൻദോഷം ചെയ്താൽ പ്രായശ്ചിത്തം വേണം. നീ ക്ലബിൽ ഇരുന്നിട്ട് സമയം കളഞ്ഞവനാണെങ്കിൽ, ക്ലബിൽ പോയിരുന്ന് സമയം കളഞ്ഞവനാണെങ്കിൽ
ലൈബ്രറി ഹാളിൽ പോയി ഇരുന്നിട്ട് അവിടെ TV കണ്ടിരുന്നവനാണെങ്കിൽ നിനക്കിപ്പോ തോന്നുന്നു വയതിന്റെ മജ്‌ലിസിൽ വന്നപ്പോൾ എനിക്കൊന്ന് നന്നാവണമെന്ന്, എനിക്ക് എന്റെ മക്കളും നന്നായി കിട്ടണമെന്ന്. എടോ, നിരവധി ആളുകൾ അവരെ മക്കളെ കൊണ്ട് സന്തോഷിക്കുമ്പോ നിനക്കെന്താണ് മക്കളെ കൊണ്ട് സന്തോഷമില്ലാത്തത്? സയ്യിദായ റബ്ബേ, ഈ മജ്‌ലിസിൽ ഹാജരായ ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമ നൽകണേ അല്ലാഹ്. ക്ലബിൽ പോയിരുന്നു സമയം കളഞ്ഞതിന് പകരം ഇമാം ഗസാലി പറയുന്നു, എത്ര മണിക്കൂറാണോ ക്ലബിലിരുന്നത് അത്രയും സമയം നിന്റെ പള്ളിയിൽ പോയി നീ ഒന്ന് ഇരുന്നോ, എന്നിട്ട് നീ റബ്ബിനോട് സങ്കടം പറഞ്ഞോ. ഉമ്മമാർക്കാവട്ടെ അവര് പള്ളിയിൽ പോകണ്ട, മറിച്ച് അവരെ വീടുകളിൽ വീട്ടിന്റെ ഒരു മൂലയിൽ ഒരു മുസല്ല കൊണ്ടുപോയി വിരിക്കുക. ആ മുസല്ല വിരിച്ച സ്ഥലം വഖഫായി നിയ്യത്താക്കുക. ആ സ്ഥലം വഖഫാക്കണ്ട, ആ മുസല്ല വഖഫാക്കുക. ആ പടം, ആ വിരിച്ചിട്ടുള്ള ആ പടം വഖഫായി നിയ്യത്താക്കിയിട്ട് അവിടെ വിരിക്കുക. എന്നിട്ട് അതിലിരുന്നാൽ പുരുഷന്മാർക്ക് പള്ളിയിലിരുന്ന കൂലി സ്ത്രീകൾക്ക് ആ പടത്തിൽ ഇരുന്നാൽ കിട്ടും. അവിടെ ഇരുന്നിട്ട് സങ്കടപ്പെട്ട് റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇബ്നു മസ്ഊദ് പറയുന്നു, വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബഅലകും അലാ ബഅലിൻ. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബഅലകും അലാ ബഅലിൻ. പുരുഷന്മാരോടും സ്ത്രീകളോടും കുട്ടികളോടും വലിയവരോടും വയസ്സായവരോടും ഉസ്താദുമാരോടും സാധാരണക്കാരോടും വ്യാപാരികളോടും എല്ലാവരോടും ഖുർആൻ പറയുന്നു, വലാ തതമന്നൗ. നല്ലൊരു ഉപദേശമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ഇഷ്ടപ്പെട്ട ആയത്തുകളാണല്ലോ. വലാ തതമന്നൗ, നിങ്ങൾ കൊതിച്ചു പോകരുത്. മാ ഫളലല്ലാഹു ബഅലകും അലാ ബഅലിൻ, നിങ്ങളിൽ ചിലരേക്കാൾ മറ്റു ചിലരെ അള്ളാഹു ആദരിച്ചിട്ടുള്ളതിനെ നിങ്ങൾ വെറുതെ കണ്ട് ആശിക്കണ്ട, നിങ്ങൾ ആഗ്രഹിക്കണ്ട. ഒരു പുരുഷനായതിൽ അഭിമാനിക്കുക, സ്ത്രീ ആയതിൽ അഭിമാനിക്കുക. സ്കൂളിലേക്കുള്ള യാത്രയിലും സ്കൂളിലെ ക്ലാസ് റൂമിലും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വേണ്ടാത്ത സ്പർശനങ്ങളോ വേണ്ടാത്ത നോട്ടങ്ങളോ മറ്റുള്ളവരിൽ നിന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്, പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടികളോട് മാതാപിതാക്കൾ ചോദിക്കണം, മോളെ ഇന്നെന്തൊക്കെയാണ് വിശേഷം? വേണ്ടാത്ത നോട്ടമോ വേണ്ടാത്ത സ്പർശനമോ മറ്റോ ക്ലാസ് റൂമിലോ ബസ്സിലോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കുട്ടികളോട് ചോദിക്കണമെന്ന് റേഡിയോയിൽ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് തോന്നി അതൊരു പുതിയൊരു വിഷയമായിട്ട് ഇങ്ങനെ തോന്നി. അതൊരു ചർച്ചാ വിഷയമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറയട്ടെ, അങ്ങനെ അതുമായി ചുറ്റിപ്പറ്റി ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഒരു സൈക്യാട്രിസ്റ്റ് ചോദിച്ചു, മോളെ പെൺകുട്ടിയായതിൽ നിനക്ക് അഭിമാനമുണ്ടോ? ആ കുട്ടി അതിന് നൽകുന്ന മറുപടി, ഒരു കുട്ടി നൽകുന്ന മറുപടി, ഞാനൊരു പെൺകുട്ടിയായതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ആൺകുട്ടിയായിരുന്നുവെങ്കിൽ തുള്ളിച്ചാടി കളിച്ച് അവിടെ ഇവിടെയൊക്കെ പോകാം. പെൺകുട്ടിയായതുകൊണ്ട് എവിടെ നോക്കിയാലും മറയാണ്, എവിടെ നോക്കിയാലും ചുറ്റുമതിലുകൾ. വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ സംഗതി അപകടം. ആൺകുട്ടികളാണെങ്കിൽ എത്ര സുഖം, അവർക്ക് എത്ര വൈകിയാലും പ്രശ്നമില്ല. അതുകൊണ്ട് പെണ്ണായതിൽ രക്ഷമുണ്ടെന്നൊരു പെൺകുട്ടി പറഞ്ഞപ്പോ ഈ സദസ്സിലുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സിൽ പെണ്ണായതിൽ നിങ്ങളുടെ മനസ്സിൽ ദുഃഖം തോന്നുന്നുവെങ്കിൽ ഖുർആൻ നിങ്ങളോട് പറയുന്നു, വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബഅലകും അലാ ബഅലിൻ. ഒരാളെ പുരുഷനായി അല്ലാഹു പടച്ചതിൽ പുരുഷൻ അഭിമാനിക്കണം. ആ പുരുഷനായി പിറന്ന വ്യക്തികൾ അവരുടെ പൗരുഷം ലോകത്ത് പ്രകടിപ്പിക്കണം. അവര് പെണ്ണുങ്ങളെ പോലെ ആകാൻ പാടില്ല. അതുപോലെ സ്ത്രീയായി ജനിച്ചവർ അവരുടെ സ്ത്രീത്വം അവർ പ്രകടിപ്പിക്കണം. അവർ സ്ത്രീയാണെന്ന ബോധം അവരെ മനസ്സിൽ വേണം. നിങ്ങളെ മറയിൽ ഇപ്പുറത്ത് പിന്നിലിരുത്തിയത് നിങ്ങളൊരു മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് ഈ പ്രസംഗിക്കുന്ന ഞാനൊരു പുരുഷനായതുകൊണ്ടും എന്റെ മുൻപിൽ പുരുഷന്മാർക്ക് സീറ്റ് അറേഞ്ച് ചെയ്തതുകൊണ്ടുമാണ്. തിരിച്ച് ഇവിടെ ഇരിക്കുന്നത് മുഴുവനും സ്ത്രീകളാവുകയും
പ്രസംഗിക്കുന്ന ഉപദേശം ചെയ്യുന്ന ആൾ സ്ത്രീയാവുകയുമാണെങ്കിൽ പുരുഷന്മാരെ മറയിലാക്കേണ്ടി വരും. അപ്പൊ നിങ്ങളെ ഒന്ന് തരം താഴ്ത്തിയതല്ല. അതുപോലെ തന്നെ ഒരു പണക്കാരനെ കാണുമ്പോൾ പണമില്ലാത്തവന്റെ മനസ്സിൽ തോന്നിപ്പോകരുത്, എന്നെ അല്ലാഹു തആല എന്തിനാണ് ദരിദ്രനാക്കിയത് എന്ന് തോന്നിപ്പോകരുത്. അവിടെയെല്ലാം തന്നെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിന്റെ വിവിധങ്ങളായ സന്ദേശങ്ങളും വിവിധങ്ങളായ ആശയങ്ങളും വിവരിക്കുവാൻ ഞാൻ ശക്തനാണ്. ചില ഭാഗങ്ങൾ മാത്രം ഇവിടെ ഉണർത്തി അവസാനം പറയുന്നു അർ റഹീം. ഇവിടെ അച്ചടക്കത്തോടെ അനുസരണത്തോടെ ജീവിച്ചാൽ പരലോകത്ത് വലിയ സമ്മാനങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. ആഖിറത്തിന്റെ ആ സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ, വിജയം കൈവരിക്കാൻ, എല്ലാ വിഷയങ്ങളിലും സന്തോഷം ലഭിക്കാൻ കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലി ദുആ കഴിഞ്ഞ് നമുക്ക് പിരിയാം. 2 മണിക്കൂർ സമയം നാളെ മുതൽക്ക് എല്ലാ ദിവസങ്ങളിലും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇന്നതിന്റെ ഒരു തുടക്കം നാം തുടങ്ങിയെന്ന് മാത്രം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് സംഘടിപ്പിച്ച ആളുകൾ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായി അവർക്ക് സാധിപ്പിച്ചു കൊടുക്കട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا فينا ولا معنا سقيا ولا مطرودا ولا محروما برحمتك يا ارحم الراحمين. وصلى الله على محمد وآله وأصحابه أجمعين والحمد لله رب العالمين. Badr Publications, Marcus Com.